പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ഈ മഹാസമ്മേളനത്തിന് മഹനീയമായ നിലയിൽ അധ്യക്ഷം വഹിക്കുന്ന കർത്തൃദാസി കേരള സ്റ്റേറ്റ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്തൃദാസി ആനി തോമസ്, അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റും വിമൻസ് ഫെലോഷിപ്പ് രക്ഷാധികാരിയുമായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ പാസ്റ്റർ KC തോമസ് അവറുകൾ, കേരള സ്റ്റേറ്റ് വിമൻസ് ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ജയമോൾ രാജു, കർത്തൃദാസിമാർ ജോയിൻറ്റ് സെക്രട്ടറിമാരായി സേവനം ചെയ്യുന്ന ലിസി വർഗീസ്, സൂസൻ ജോൺ, എനിക്ക് ശേഷം തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസി, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സെൻട്രൽ പാസ്റ്റേഴ്സ്, അവരുടെ സഹധർമ്മിണിമാർ, ഇവിടെ വായിച്ചു കേട്ടതുപോലെ 15 മേഖലകൾ കർത്താവിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിമാർ, എല്ലാവർക്കും, എല്ലാ സഹോദരിമാർ, വിശിഷ്യ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാക്കൾ, എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ആദ്യമേ ചൊല്ലുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1982 ഞാൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. 83 സ്നാനപ്പെട്ടു. ആ വർഷം തന്നെ അഭിഷേകം പ്രാപിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. 84-85 വർഷങ്ങൾ ഓപ്പറേഷൻ മൊബിലൈസേഷനോട് ചേർന്ന് കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. 1985 കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ തട്ടാരത്തരയുമായി വിവാഹം കഴിഞ്ഞ് ഈ മലബാറിൽ, ഈ നിലമ്പൂരിൽ മരുമകളായി ഞാൻ കടന്നു വരുവാനിടയായി തീർന്നു. 86-87 വർഷങ്ങൾ കുന്നംകുളം സെൻറ്ററിനോട് ചേർന്ന് വിശിഷ്യ നിത്യതയിൽ വിശ്രമത്തിന് പോയ പാസ്റ്റർ KM ജോൺ അപ്പച്ചനോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് ആദ്യമായി ജനിച്ച കുഞ്ഞ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവിടെയുള്ള ശുശ്രൂഷ തുടരുവാൻ കഴിയാതെ, അവിടെ ഞങ്ങൾക്ക് താമസിക്കുവാൻ പാർപ്പിടം ലഭിക്കാതെ വളരെ വേദനയോടെ ഞങ്ങൾ ആ ദേശം വിട്ട് ഞങ്ങളുടെ നിലമ്പൂരിലേക്ക് തന്നെ മടങ്ങി വരുവാനിടയായി. ഞങ്ങളുടെ ആ കഷ്ടതയുടെ വേദനയുടെ നാളിൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന, ഞങ്ങളേറ്റവും പിതൃതുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ VJ ജോർജ് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളെ ഈ പ്രദേശത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ 88 മുതൽ ഞങ്ങൾ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നു. 88 മുതൽ 99 വരെ ഈ നിലമ്പൂരിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നു. സഭാസ്ഥാപനങ്ങൾക്കായിട്ടും അനേകരെ രക്ഷയിലേക്ക് നയിപ്പാനും കർത്താവ് ഭാഗ്യം തന്നു. 99 മുതൽ 2006 വരെ ഗുഡല്ലൂർ ഏരിയയുടെ ചുമതലയിലേക്ക് കർത്താവ് ഞങ്ങളെ കൈപിടിച്ചുയർത്തി. അതിനന്തരമായി ചില വർഷങ്ങൾക്ക് ശേഷം അട്ടപ്പാടി സെൻറ്ററിനോട് ചേർന്ന് ചില വർഷങ്ങൾ കൊങ്ങാടും അതുപോലെ തന്നെ മേലാറ്റൂരും ശുശ്രൂഷയ്ക്ക് അനന്തരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ വൈക്കം സെൻറ്ററിനോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കടപ്പൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജു ആനിക്കാട് അവറുകൾ കുടുംബം ഞങ്ങൾക്ക് തരുന്ന എല്ലാ പിന്തുണയും നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ദൈവം ഞങ്ങളെ നടത്തി. പ്രത്യേകിച്ചും ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ എന്നെ വളരെ സ്നേഹിച്ച, ദീർഘവർഷങ്ങൾ ഇവിടെ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ ചേർത്തു പിടിച്ച് മാതൃസ്നേഹം തന്ന്, സഹോദര സ്നേഹം തന്ന് കരുതിയ അനേക ദൈവമക്കൾ, ദൈവദാസിമാരുടെ മുൻപിൽ ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ വലിയ അഭിമാനമാണ് എനിക്ക്. നിങ്ങളുടെ നടുവിൽ എന്നെ നന്നായി അറിയുന്ന ദൈവജനത്തിൻ്റെ, ദൈവദാസന്മാരുടെ മധ്യേ നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിമാർ എനിക്ക് ചുമതല തന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ദൈവത്തോട് ആ നിമിഷം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവെ, എൻ്റെ ജനത്തോട് സംസാരിക്കുമ്പോൾ എന്താണ് ഞാൻ അവരുമായി പങ്കുവെക്കേണ്ടതെന്ന്. പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിച്ച ചില വചനഭാഗങ്ങൾ വായിച്ച് ദൈവം എനിക്ക് തന്ന
ആലോചന നിങ്ങളുമായി പങ്കുവെച്ചിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ അപേക്ഷിക്കുന്നു. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് ഇരിപ്പാൻ ദൈവം സൃഷ്ടിച്ച ആദാം ഹവ്വമാർ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ഏദൻ തോട്ടം അവർക്ക് നഷ്ടമായി. അതുപോലെ നഷ്ടമായി തീർന്ന ആ സ്വർഗീയ പരദേശയ്ക്ക് ദൈവം ഒരു പരിഹാരം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഇന്ന് ഏദനിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ കാരണക്കാരനായി തീർന്ന സ്ത്രീയുടെ പൈശാചികമായിട്ടുള്ള പാമ്പിൻ്റെ അതിൻ്റെ തലയെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരു രക്ഷകൻ എഴുന്നേറ്റ് വരുമെന്ന് അവിടെ വെച്ച് തൻ്റെ ജനത്തോട് ദൈവം അരുളി ചെയ്തു. ഏകദേശം 750 വർഷങ്ങൾക്ക് ശേഷമായിട്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ കാലഘട്ടത്തിൽ കന്യകമാർ കാത്തിരുന്നു. ദാവീദിൻ്റെ ഗൃഹത്തിൽ നിന്ന് ജന്മമെടുക്കുവാൻ പോകുന്ന മശിഹായെ ഉദരത്തിൽ വഹിക്കേണ്ടതിന് കാത്തിരുന്ന അനേക തരുണിമാർ, കന്യകമാർ ഉണ്ടായിരുന്നു. അവരുടെ കാലാനന്തരമായിട്ട് ദൈവത്തിൻ്റെ ദൂതനോട് ദൈവം പറയുകയാണ്, ദാവീദ് ഗൃഹത്തിൽ യോസേഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന് പറയുന്ന ഒരു തരുണിയെക്കുറിച്ച് പറയുവാനിടയായി. അവളുടെ അടുത്തേക്ക് പോകുക. കാത്തിരുന്ന അനേകർ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ കാത്തിരിക്കാത്ത ഒരുവളുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെല്ലുകയാണ്. ഇന്ന് പകൽക്കാലം മറിയെക്കുറിച്ച് ചില കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളേവരും തന്നെ മറിയ, കർത്താവിൻ്റെ അമ്മ മറിയ എന്ന് കേൾക്കുമ്പോൾ ഞാൻ വാത്സല്യ സഹോദരിമാരോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ചിന്ത ഉണ്ടാകുക? നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയ എന്നതിലപ്പുറമായിട്ട് ആ സ്ത്രീരത്നത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ ആ മറിയ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ അമ്മ മറിയയെക്കുറിച്ച് കേൾക്കുമ്പോൾ പെന്തക്കോസ്തുകാരായിട്ടുള്ള പലരും നെറ്റി ചുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനമില്ലാത്ത രീതിയിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ കേൾക്കുവാനിട വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ആ സഹോദരിയെക്കുറിച്ച്, ആ വനിതാ രത്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ മറിയയുടെ അടുത്ത് വന്നു പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച മറിയേ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കാത്തിരിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ മറിയ അകത്ത്, ഇവിടെ വചനം പറയുകയാണ്, മറിയ ദൈവത്തിൻ്റെ ദൂതൻ അകത്ത് ചെന്ന് മറിയോട് സംസാരിച്ചു. അകത്ത് ചെന്ന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആ വനിതാ രത്നം ഉള്ളിൽ എവിടെയോ ഇരിക്കുന്ന ഇടത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ അകത്ത് ചെന്ന് അവളോട് സംസാരിക്കുകയാണ്. ഒരു വലിയ നിയോഗത്തിന് വേണ്ടി മറിയയെ ദൈവം കണ്ടപ്പോൾ അവൾ ഇരുന്ന ഇടത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ചെല്ലുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുള്ളവർ, ഹല്ലേലൂയ, എവിടെ ഇരുന്നാലും നിയോഗം നിങ്ങളെ ഗ്രഹിപ്പിക്കേണ്ടതിന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവികമായ ഇടപെടലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഒരുപക്ഷെ പുറത്തിറങ്ങുവാൻ കഴിയാത്തവരായിട്ട്, ബന്ധിക്കപ്പെട്ടവരായിട്ടോ, അതിരുകൾ വെച്ചവരായിട്ടോ, സമൂഹത്തിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും പുറത്തിറങ്ങുവാൻ കഴിയാത്തവരായി ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗവുമായി കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ സാമീപ്യമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. മറിയോട് ദൈവം ചെന്ന് പറയുക, കൃപ ലഭിച്ചവളെ, ദൈവത്തിൻ്റെ ദൂതൻ പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നിന്റെ ഉള്ളിൽ ഒരു ശിശു ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ പോകുക. മറിയ തൻ്റെ ഹൃദയത്തിൽ ഭ്രമിച്ചു. ഓ ഹല്ലേലൂയ,
ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളൂ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ നിന്നിൽ ഉൽപ്പാദിതമാകും. ഹല്ലേലൂയ, സ്തോത്രം. അസാധ്യം, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അസാധ്യമായ കാര്യങ്ങൾ മാനുഷികമായ നിലകളിൽ ശാസ്ത്രത്തിനോ മാനുഷിക കണക്കുകൂട്ടലുകൾക്കോ ഒക്കെ അസാധ്യമെന്ന് തോന്നുന്നതിനെയും എൻ്റെ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അവിടുത്തേക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ സമയം തന്നെ മറിയ ദൈവത്തിൻ്റെ ദൂതനോട് പറയുകയാ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് ദൈവം അറിയിച്ച അരുളപ്പാടിനോട് പ്രതികരിച്ച മറിയ. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ കന്യകയായ ഒരു സ്ത്രീ ഗർഭവതിയാകുന്നു എന്നുള്ള ദൈവിക ആലോചനകൾ കേട്ടിട്ട് അതിനോട് പ്രതികരിച്ച രീതി നമുക്ക് സാധാരണ വായിച്ചു വിടുവാൻ കഴിയും. അവൾ ഹല്ലേലൂയ അനുകൂല മറുപടി പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, പൂർണ്ണമായിട്ടും ദൈവസന്നിധി സമർപ്പിച്ചു. എന്നാൽ ഹല്ലേലൂയ മറിയ ഏൽപ്പിച്ചു കൊടുത്തത് വലിയ കഷ്ടതയ്ക്ക്, വലിയ അപമാനത്തിന്, വലിയ ഹല്ലേലൂയ ഏകാന്തതയ്ക്ക്, ഒരു വേള തൻ്റെ ജീവൻ തന്നെ നഷ്ടമായി പോകുവാനുള്ള ന്യായപ്രമാണത്തിൻ്റെ വാൾ അവരുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുമ്പോൾ അവൾ ഏൽപ്പിച്ചു കൊടുത്തു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്തു വന്നാലും ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ സുവിശേഷ വേലക്കാരായ ദൈവദാസിമാർ എവിടെ തയ്യാറാകുമോ? നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളെയാണ് ദൈവത്തിൻ്റെ ദൂതൻ ഹല്ലേലൂയ നിങ്ങളുടെ അടുത്ത് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ആർക്ക് പറയുവാൻ കഴിയും? നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ കർത്താവേ എന്ന് പറയുവാൻ ആര് തയ്യാറാകുമോ? ഒരുപക്ഷെ സുഖകരമായ ശോഭനമായ ഒരു യാത്രയായിരിക്കത്തില്ല, സുഖകരമായ ഒരു ഹല്ലേലൂയ വഴിയായിരിക്കത്തില്ല നിങ്ങൾക്ക് മുൻപിലുള്ളത്. മുള്ളുകളായിരിക്കാം, കല്ലേറ് കിട്ടാം, ഒരു വേള ജീവൻ നഷ്ടമായി പോകാം. അവിടൊക്കെയും എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കർത്തൃസേവയ്ക്കായി സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇന്ന് പകലിൽ ഈ പന്തലിലുണ്ടെങ്കിൽ, ഒരു വലിയ കാര്യം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാ, ഒരു വലിയ നിയോഗം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ കേൾപ്പിച്ചു കൊടുത്ത ഒരു വനിതാ രത്നം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് പകൽക്കാലം നോക്കുകയാ, നിങ്ങളിൽ ആരുണ്ട് ഇപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നവർ? സ്തോത്രം, സ്തോത്രം. കർത്തൃസേവ സുഖകരമായ ഇടങ്ങളല്ല. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദീർഘവർഷങ്ങൾ പിന്നിടുമ്പോൾ അനേക പ്രതിസന്ധികൾ, അനേക ജീവിതത്തിൻ്റെ വൈതരണികളുടെ നടുവിലൊക്കെ പലപ്പോഴും തൊട്ടടുത്തിരിക്കുന്നവർ പോലും മനസ്സിലാക്കുവാൻ കഴിയില്ലെന്ന് വിചാരിച്ച എത്രയെത്ര സമയങ്ങൾ, എത്രയെത്ര ഇടങ്ങൾ, വേദനിപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ. സ്തോത്രം. നിറകണ്ണുകളോടെ ഓർക്കുവാൻ കഴിയും ദൈവം ഇതുവരെ കൊണ്ടുവന്ന വഴികളെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്നും കർത്താവ് വിളിക്കുകയാ, ഇന്നും കർത്താവ് തിരയുകയാ. വാത്സല്യ സഹോദരി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ആര് സമർപ്പിക്കുമോ അവർക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് വിലയേറിയത് നിങ്ങൾക്ക് തരുവാൻ ഹല്ലേലൂയ കാത്തിരിക്കുമ്പോൾ വില കൊടുക്കുവാൻ ആരുണ്ട്? വില കൊടുക്കുവാൻ ഇന്ന് പകലിൽ ആരുണ്ട്? ഹല്ലേലൂയ. മലബാറിന്റെ മണ്ണിൽ വില കൊടുത്ത് ഒരു വേള ജീവൻ നഷ്ടമാകേണ്ടി വന്നാലും വില കൊടുത്ത് ഈ നുകം ചുമക്കുവാൻ ഹല്ലേലൂയ ആരുണ്ട്? ഈ ദൂഷരഭൂമിയാ. ദീർഘവർഷങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചുള്ള ബന്ധത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, ഒരു പക്ഷെങ്കിൽ തനിച്ചാകുന്ന ഇടങ്ങൾ, കഠിനമേറിയ വഴികൾ, കഠിനമേറിയ ശോധനകൾ, അതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുവാൻ ദൈവം വേർതിരിക്കുമ്പോൾ, വിളിക്കുമ്പോൾ വില കൊടുക്കുവാൻ തയ്യാറായവരെ ഇന്ന് പകൽക്കാലം കർത്താവ് അന്വേഷിക്കുന്നു. നിങ്ങൾക്ക് വിലപ്പെട്ടത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. കർത്താവിനോട് ഹല്ലേലൂയ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ വചനത്തെക്കുറിച്ച് ആഴത്തിൽ ഗ്രാഹ്യമുള്ള വ്യക്തിയായിരുന്നു മറിയ.
അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് 2-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിൽ 52-ാം വാക്യത്തെ ഞാനൊന്ന് തൊട്ട് സംസാരിച്ചു പോകട്ടെ. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയ ദൈവം. താണവരെ ഉയർത്തിയത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ നിൽക്കുന്നത്. നമ്മിൽ പലരും ഏറ്റവും താണുകിടന്ന ഇടത്തു നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നൊരു ദൈവം വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശൗൽ എന്ന് പറയുന്ന ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു, ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. ഹല്ലേലൂയ, ശൗലിനെ കൊടുത്തു. ഹല്ലേലൂയ, ശൗലിനെ ഹല്ലേലൂയ നീക്കിയിട്ട് ദാവീദിനെ ആക്കി. ഒരിക്കലും ദാവീദ് ആഗ്രഹിച്ചില്ല ഒരു സിംഹാസനം, ഒരിക്കലും താൻ ആഗ്രഹിച്ചില്ല ഒരു അഭിഷേകം. കാരണം താൻ ഭവനത്തിലില്ലായിരുന്നു. വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് ഉയർത്തിയ ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം താഴ്ചയിലിരിക്കുന്നു എങ്കിലും ഹല്ലേലൂയ, ഒരു വേള ദൈവത്തിന് നമ്മെ ഉയർത്തുവാൻ ചിലരെ നീക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് ദൈവിക പദ്ധതിയുടെ ചാലിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ചിലരെ നീക്കിയിട്ട് നിങ്ങളെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ശക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാ. ഞാൻ താണവളാണ്, എനിക്കൊരു മാന്യത ഉണ്ടാകത്തില്ലെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പ്രഭുക്കന്മാരെ നീക്കിയിട്ട് താണവരെ ഉയർത്തുന്ന ദൈവ പദ്ധതിക്കുള്ളില് ഹല്ലേലൂയ നിങ്ങളേവരും ഉൾപ്പെട്ടവരാണെന്ന് ഇന്ന് പകൽക്കാലം ഗ്രഹിക്കാമെങ്കിൽ ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുമോ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. മറിയയ്ക്ക് ദൈവവചനത്തിൽ അഗാധമായ ഗ്രാഹ്യമുള്ള വനിതാരത്നമായിരുന്നു. അവസാനമായിട്ട് മറിയ ബുദ്ധിമതിയും വിവേകവതിയുമായിരുന്നു. ബുദ്ധിമതിയും വിവേകവതിയുമായിരുന്നു. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് അവിടെ ചെന്നു. സ്തോത്രം. അവിടുത്തെ വീഞ്ഞു പോരാ എന്ന് മറിയ ചെന്ന് കർത്താവിനോട് പറഞ്ഞു. ആ കുടുംബം വലിയ ദുഃഖത്തിലേക്ക് പോകുകയാ, വലിയ വേദനയിലേക്ക് പോകുകയാ. അപമാന ഭാരം കൊണ്ട് തല ഉയർത്തുവാൻ കഴിയാതെ ഹല്ലേലൂയ, ഭവനം വളരെ ഹല്ലേലൂയ ദുഃഖത്തിലേക്ക് പോകുന്നു. മകനോട് ചെന്ന് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമുക്ക് സുപരിചിതമായ വചനഭാഗങ്ങളാ. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്തു നിന്ന് ഓടിപ്പോയി ഹല്ലേലൂയ ശിഷ്യന്മാരോട്, അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ ചെയ്വീൻ. നേരെ മറിച്ച് ഞാൻ 10 മാസം ഉദരത്തിൽ ചുമന്ന എൻ്റെ മകനോട് ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ലല്ലോ എന്നോർത്ത് അവൾ അവിടെ വേദനപ്പെട്ടില്ല. അവിടെ ഹല്ലേലൂയ, നമ്മൾ സ്ത്രീരത്നങ്ങൾ പെട്ടെന്ന്, സ്ത്രീ സഹോദരിമാർ പെട്ടെന്ന് കാര്യത്തോട് പ്രതികരിക്കുന്നവരാ. എന്നാൽ വിവേകവതിയായ ആ തരുണീ രത്നം ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു. അവർക്കറിയാം കർത്താവ് അവിടെ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്, കർത്താവ് അവിടെ ചെയ്യും. അവനോട് ചെന്ന് പറഞ്ഞിട്ടും എൻ്റെ സമയം ഇതുവരെ വന്നില്ല, എൻ്റെ നാഴിക വന്നില്ല, അവൻ്റെ നാഴിക തന്നെയാണ് അവിടെ എന്ന് മറിയയ്ക്കറിയാം. അതുകൊണ്ട് അടുത്ത നിമിഷം നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ അനുസരിക്കുവാൻ വിവേകവതിയായ മറിയ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മറിയ എന്ന് പറയുന്ന ഈ സ്ത്രീരത്നത്തിന് നിരവധി 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 സ്വഭാവ വൈശിഷ്ട്യ ഗുണങ്ങളുള്ള ഒരു ഹല്ലേലൂയ മാതാവാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, കർത്താവ് വിലപ്പെട്ടത് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ ചിലത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മിൽ ചില സ്വഭാവ ഗുണങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കൃപ അർഹിക്കാത്ത ദാനം തന്ന് കൃപ ലഭിച്ചവളെ എന്ന് നമ്മോട് പറയുന്ന ഒരു ദിനമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കൃപ ലഭിച്ചോ? കൃപയുടെ കൂടെ ലഭിക്കുന്നതാണ് ഈ മുൾക്കിരീടങ്ങൾ, ഈ കല്ലേറുകൾ, ഈ പ്രതിസന്ധികൾ, കാഠിന്യമേറിയ വഴികൾ. പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുക. ഒന്നാമത് കൃപ ലഭിച്ചവൾ, രണ്ടാമത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവൾ, ഹല്ലേലൂയ. മൂന്നാമത് വചനത്തിൽ അഗാധമായ ഗ്രാഹ്യമുള്ളവൾ, ബുദ്ധിമതിയും വിവേകവതിയും. ഈ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം പരിശോധിക്കുക. ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ ദൈവവചനത്തിന് മുൻപിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൂതൻ ചിലത് ഏൽപ്പിച്ച് തരുവാൻ, ഹല്ലേലൂയ, നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ
ഈ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിക്കുക. വരുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തമായി മലബാറിൻ്റെ മണ്ണിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. ചിലരെയൊക്കെ ഇവിടെ ശക്തരായി നിർത്തുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെയും ചിലരെ വേർതിരിക്കുവാൻ 2025 കർത്താവ് വന്നില്ലെങ്കിൽ ചിലരൊക്കെ ഇവിടെ കൊടുങ്കാറ്റ് പോലെ ശോഭിക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനായി നിൽക്കുവാൻ, ശക്തരായി നിൽക്കുവാൻ ദൈവം ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാ ദൈവദാസിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വീണ്ടും വരാറായി. ആമേൻ. സ്തോത്രം.